സിനിമയെ വെല്ലുന്നൊരു മാസ് എൻട്രിയുമായി വിജയ് തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ആസാമിലും പുതിയ മുഖ്യമന്ത്രിമാർ അധികാരമേൽക്കുന്നു. ഈ ചർച്ചകൾക്കിടയിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയെ പറ്റിയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 6 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണർ ആണെങ്കിലും ഭരണനിർവഹണത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ആർട്ടിക്കിൾ 163 ഗവർണറെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ചെയ്യാൻ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുന്നു. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ആർട്ടിക്കിൾ 164 മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിയുടെ നേതാവിനെയാണ് ഗവർണർ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ തന്നെയാണ്. ഒരു മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ വരെ ആവാം? അതിനൊരു ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. നേരത്തെ ഇന്ത്യൻ ഭരണഘടന അതിനെപ്പറ്റി പ്രത്യേകമായ ഒരു ലിമിറ്റ് ഒന്നും വച്ചിരുന്നില്ല. പക്ഷേ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് 2003 91 അമെന്റ്മെന്റിലാണ് മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ സംസ്ഥാന നിയമസഭയുടെ ആകെ സീറ്റിന്റെ 15% വരെ മാത്രമേ ആകാവൂ എന്ന് നിബന്ധന വെച്ചത്. ഇതിന് സമാനമായി കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ആകെ ലോകസഭാ സീറ്റിന്റെ 15% എന്ന രീതിയിലും നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പരമാവധി 21 മന്ത്രിമാർ മാത്രമേ കേരളത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. കേന്ദ്രത്തിലാണെങ്കിൽ ലോകസഭയുടെ ആകെ സീറ്റായ 543ന്റെ 15% 81 കിട്ടുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 81 കേന്ദ്രമന്ത്രിമാരെയാണ് നിയമിക്കാൻ പറ്റുന്നത്. ഇനി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ സഭയിൽ അദ്ദേഹം ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിന്റെയും ഉത്തരം. ഗവർണർ ഒരാളെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയും നിശ്ചിത കാലയളവിനുള്ളിൽ അദ്ദേഹം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്താൽ മതി. ഇനി നിയമസഭയിൽ പ്രതിപക്ഷ അംഗം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ ആ അവിശ്വാസ പ്രമേയം നിയമസഭയിൽ പാസ്സാവുകയാണെങ്കിൽ അതോടുകൂടി മുഖ്യമന്ത്രിയും മന്ത്രിസഭയും രാജിവെച്ചൊഴിയേണ്ടതാണ്. കാരണം അവിശ്വാസ പ്രമേയം പാസ്സാവുകയെന്നാൽ അത് ആ മന്ത്രിസഭയോടുള്ള സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ്. അതോടുകൂടി ആ മന്ത്രിസഭ അവസാനിക്കുന്നതുമാണ്. തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സാധ്യതയും അവിശ്വാസ പ്രമേയത്തിന്റെ ഈ സാധ്യത തന്നെയാണ്. ഇങ്ങനെ ഏതെങ്കിലും മുഖ്യമന്ത്രി അവിശ്വാസ പ്രമേയത്തിൽ പുറത്തായതായി നിങ്ങൾക്കറിയാമോ? അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ.